ഈ എല്ലാ മുസ്ലിം ദേവാലയങ്ങളുടെയും വരുമാനത്തിന്റെ 7% ഗവൺമെന്റ് നിയന്ത്രിത സംവിധാനങ്ങൾക്ക് നൽകണം നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച്. എന്ന് വെച്ചാൽ 6% സംസ്ഥാന വഖഫ് ബോർഡിനും അതിൽ നിന്ന് 1% കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള സെൻട്രൽ വഖഫ് കൗൺസിലിനും നൽകുന്നത് എന്ത് ഭീകരതയാണ് മിസ്റ്റർ നോബിൾ മാത്യു? നോബിൾ മാത്യു മാത്രമല്ല, അതിന് മറുപടി നൽകേണ്ട പലരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഈ രാജ്യത്ത് ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ സമർത്ഥമായിട്ട് ഈ വിഷയങ്ങളെല്ലാം മൂടിവെച്ച ആളുകൾ 1 രൂപ പോലും തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഗവൺമെന്റ് നിയന്ത്രിത സംവിധാനങ്ങൾക്ക് നൽകാത്തവർ പോലും വഖഫ് ബോർഡും വഖഫ് നിയമവും ഭീകരമാണ് എന്നിവിടെ പറയുകയുണ്ടായി. അപ്പോ ഇത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും വരുമാനത്തിന്റെ വിഹിതം വഖഫുകളിൽ നൽകുന്ന ഒരു സംവിധാനമാണ് ഭരണഘടനാനുസൃതമായിട്ട് ഇവിടെ നിലനിന്നിരുന്നത് എന്ന കാര്യം ഈ ചാർച്ചകരൊന്നും പറയുന്നില്ല.